കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഖാലിസ്ഥാൻ വിഘടനവാദികളുടെ പ്രതിഷേധം. ആൽബർട്ടയിലെ കനാസ്കിസിൽ പ്രതിഷേധക്കാർ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി. മോദി രാഷ്ട്രീയത്തെ ഇല്ലാതാക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ കാനഡ സന്ദർശനത്തിന് മുൻപ് തന്നെ ഖാലിസ്ഥാൻ അനുകൂലികൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതായി കനേഡിയൻ മാധ്യമപ്രവർത്തകൻ ഡാനിയൽ ബോട്ട്മാനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമങ്ങൾ നടത്തണമെന്നും ഖാലിസ്ഥാൻ വിഘടനവാദികൾ ആഹ്വാനം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. പ്രതിഷേധക്കാർ ഇന്ത്യൻ ദേശീയ പതാകയെ അപമാനിച്ചതായും ബോട്ട്മാൻ പറഞ്ഞു. അവർ പ്രചരിപ്പിച്ച മോദി വിരുദ്ധ ഗാനം അതിരുകൾ ലംഘിക്കുന്നതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. G7 ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ച കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെ ബോട്ട്മാൻ പ്രശംസിച്ചു. ഇപ്പോൾ ഖാലിസ്ഥാനികളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം സറയിലാണ്. കാർണി ഖാലിസ്ഥാൻ ഭീഷണി ലഘൂകരിച്ചതായി തോന്നുന്നു. ചൈന പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനിൽ നിന്നല്ല, ഇന്ത്യയുമായുള്ള വ്യാപാരത്തിലാണ് കാനഡയ്ക്ക് കൂടുതൽ ഗുണം ലഭിക്കുന്നത്. ഇന്ത്യക്ക് വലിയൊരു ഉപഭോക്തൃ അടിത്തറയുണ്ട്. പ്രധാനമന്ത്രി മോദിയെ ക്ഷണിക്കുന്നതിലൂടെ ഭീകരവാദികളോടും വിഘടനവാദികളോടുമുള്ള ഉദാരമായ നിലപാടിൽ നിന്നുള്ള മാറ്റമാണ് പ്രതിഫലിക്കുന്നത്. തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിനുള്ള ആദ്യപടിയാണിത്, ബോട്ട്മാൻ പറഞ്ഞു. ഖാലിസ്ഥാൻ വിഘടനവാദികളോടും അനുയായികളോടും കാനഡ കാണിക്കുന്ന മൃദു സമീപനത്തിൽ ഇന്ത്യ നിരന്തരം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെയും ഇത് ബാധിച്ചിരുന്നു. മാർക്ക് കാർണി കനേഡിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സൗഹൃദപരമാകുമെന്നാണ് വിലയിരുത്തൽ. 2 ദിവസത്തെ സൈപ്രസ് സന്ദർശനത്തിന് ശേഷം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നാണ് പ്രധാനമന്ത്രി മോദി കാനഡയിലെത്തിയത്. കനേഡിയൻ പ്രസിഡന്റ് മാർക്ക് കാർണിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഉച്ചകോടിക്കിടെ ജർമ്മനി, ഇറ്റലി, ഉക്രൈൻ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും.